ജയസുരൻ സർ, ചുറ്റിലും എല്ലായിടത്തും മഴയാണ്. കേരളത്തിലുടനീളം മിക്കയിടങ്ങളിലും അതിശക്തമായ മഴ പെയ്യുന്നു. ചിലയിടങ്ങളിൽ റെഡ് അലേർട്ട് ആണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറെ നാളുകൾക്ക് മുൻപ് നെതർലാൻഡിലേക്ക് പോയിരുന്നു. യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രളയത്തെ കുറിച്ച് പഠിക്കുക എന്നതാണ്. കേരളത്തിൽ ഇനിയും മഴ കനക്കാനാണ് സാധ്യത എന്നുള്ള കാലാവസ്ഥാ പ്രവചനം ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എങ്ങനെയായിരിക്കും നെതർലാൻഡിൽ നിന്ന് പഠിച്ച പ്രളയത്തെ അതിജീവിക്കാനുള്ള ആ ഒരു കാര്യം കേരളത്തിൽ അദ്ദേഹം നടപ്പിലാക്കാൻ പോകുന്നത്? പിണറായി വിജയൻ അന്ന് 6 വർഷം മുമ്പാണ് നെതർലാൻഡിൽ പോയത്. നെതർലാൻഡിൽ പോയിട്ട് തിരിച്ചു വന്ന് അദ്ദേഹം പറഞ്ഞു, അവിടെ ഒരു പദ്ധതി ഞാൻ കണ്ടു, അവിടുത്തെ നദികളൊക്കെ സന്ദർശിച്ചു, അവിടുത്തെ പ്രളയ നിരോധന സംവിധാനങ്ങൾ പഠിച്ചു, അവിടുത്തെ 20 മന്ത്രാലയങ്ങളിലെ മന്ത്രിമാരുമായിട്ടും ഉദ്യോഗസ്ഥന്മാരുമായിട്ടും ചർച്ച നടത്തി, അവിടുത്തെ പ്രവർത്തനങ്ങളുടെ പുരോഗതിയും അതിന്റെ ഫങ്ഷനിങ്ങും ഒക്കെ നോക്കിക്കണ്ട് പഠിച്ചു. അപ്പോൾ ഇനി കേരളത്തിന് ഒരു പ്രളയം എന്ന് പറയുന്നത് ഒരു പ്രശ്നമാവില്ല. ഈ ഡച്ച് മാതൃക, നെതർലാൻഡിന് ഡച്ച് എന്നും കൂടെ പേരുണ്ട്. അപ്പോ ഈ ഡച്ച് മാതൃക നമുക്കിവിടെ വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പോൾ ആ പത്രക്കാർ ചോദിച്ചു, ഇത് എങ്ങനെയാണ് നടപ്പാക്കുന്നത്? അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ട്. ആ ആക്ഷൻ നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രളയം നമുക്കൊരു പ്രശ്നമാവില്ല. അപ്പൊ പത്രക്കാർക്ക് ആ ആക്ഷൻ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് റൂം ഫോർ റിവർ എന്ന് പറയുന്ന പ്രോജക്റ്റ് ആണ്. അപ്പോ റൂം ഫോർ റിവർ എന്ന് പറയുന്ന പ്രോജക്റ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് സാങ്കേതികമായിട്ടുള്ള കാര്യമാണ്, അത് ഞാൻ അതിന്റെ ഒരു ആക്ഷൻ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, അല്ലാതെ ഇപ്പൊ അത് വിശദീകരിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വെള്ളപ്പൊക്കം വന്നു. വെള്ളപ്പൊക്കം വന്നപ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായി, പത്രക്കാർക്ക് മനസ്സിലായി, റൂം ഫോർ റിവർ എന്ന് പറഞ്ഞാൽ നദിയിലെ വെള്ളം നേരെ വീട്ടിൽ വന്ന് റൂമിനകത്തേക്ക് കയറും, എന്നിട്ട് കുറച്ച് ദിവസം അവിടെ നിൽക്കും, അത് കഴിഞ്ഞ് പിന്നെ ഒഴുകിപ്പോവും. ഇതാണ് റൂം ഫോർ റിവർ എന്ന് മനസ്സിലായി. ഇപ്പോഴും റൂം ഫോർ റിവറിനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. 6 വർഷം മുമ്പ് അദ്ദേഹം നെതർലാൻഡിൽ പോയി. നെതർലാൻഡിലെ 20 മന്ത്രിമാരെയാണ് അദ്ദേഹം കണ്ടത്. അന്നത്തെ പത്ര റിപ്പോർട്ടുകളും വീഡിയോ ക്ലിപ്പിംഗും ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. 20 മന്ത്രിമാരെ കണ്ട് സംസാരിച്ച് ഡച്ച് മാതൃക നടപ്പാക്കാൻ വേണ്ടി വന്ന കൂടെ അദ്ദേഹം പിന്നെ ഒരു ബോണസ് ആയിട്ടൊരു തള്ളും കൂടെ ഒന്ന് തള്ളി. നമ്മുടെ നേഴ്സുമാർക്ക് ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. 40,000 നേഴ്സുമാരെ ഉടനെ നെതർലാൻഡിലേക്ക് വിടും. ഒത്തിരി നേഴ്സുമാർ അപേക്ഷയൊക്കെ ആയിട്ട് നടന്നതല്ലാതെ ആരെങ്കിലും നെതർലാൻഡിൽ പോയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇനി അന്വേഷിച്ച് നോക്കണം. എന്തായാലും വെള്ളപ്പൊക്ക ദുരിതാശ്വാസം, വെള്ളപ്പൊക്ക നിയന്ത്രണം, വെള്ളപ്പൊക്ക നിവാരണം, വെള്ളപ്പൊക്ക മാനേജ്മെന്റ്, ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് ചീഫ് സെക്രട്ടറി അടക്കം ഇവിടുന്ന് വലിയൊരു സൈന്യമാണ് പോയത് നെതർലാൻഡിലേക്ക്. 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇതാ ഇപ്പൊ വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ എല്ലാ ഭാഗത്തും കനത്ത മഴയാണ്. ഇന്ന് രാവിലെ ഉള്ള റിപ്പോർട്ടുകൾ പറയുന്നത് അടുത്ത 5 ദിവസത്തേക്ക് നിർത്താതെ കേരളത്തിൽ മഴ പെയ്യാൻ പോവാണ്. അപ്പൊ ഏകദേശം ഒരു വെള്ളപ്പൊക്കത്തിന്റെ പശ്ചാത്തലം ഒരുക്കി കഴിഞ്ഞു. ഇപ്പൊ ഞാന് താമസിക്കുന്ന കോട്ടയം ജില്ലയിലെ മീനച്ചിലാറിന്റെ തീരത്താണ്, പാലായിലാണ്. ഇവിടെ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഏതാനും മണിക്കൂറുകളോട് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ റോഡിലൊക്കെ വെള്ളം കയറും. അപ്പൊ വെള്ളപ്പൊക്കത്തിന് നടുക്കിരുന്നുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. 6 വർഷം മുമ്പ് നെതർലാൻഡിൽ പോയിട്ട് വന്ന മുഖ്യമന്ത്രി ഞങ്ങളെ ഒന്നും രക്ഷിക്കാൻ ഒരു പദ്ധതി നടപ്പായതായിട്ട് കണ്ടില്ല. അപ്പോൾ വെള്ളപ്പൊക്കം പോലും വിദേശയാത്രയ്ക്കുള്ള ഒരു വഴിയായിട്ട് കാണുകയും അതിന്റെ പേരിൽ കേരളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ വലിയ ഒരു സംഘം ദിവസങ്ങളോളം അല്ല ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വിദേശയാത്ര നടത്തുകയും തിരിച്ചു വന്ന് നടത്തിയ പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ 6 വർഷമായിട്ടും നടപ്പിലാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണിതെന്നുള്ളത്. എന്തെങ്കിലും കേരളത്തോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നെതർലാൻഡിൽ പോയിട്ട് എന്തെങ്കിലും പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം നടപ്പാക്കേണ്ട സമയം ഇതാ സമാഗതമായിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പം പോയ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇവരൊക്കെ പോയത് നമ്മുടെ പോക്കറ്റിലെ പണം എടുത്തിട്ടാണ്. കേരളത്തിലെ ഈ വെള്ളത്തിൽ മുങ്ങുന്നവരുടെ നികുതി പണം കൊണ്ടാണ് നെതർലാൻഡിൽ പോയത്. അതുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രിയോടുള്ള ഒരു അഭ്യർത്ഥന, നെതർലാൻഡ് മോഡൽ, ഡച്ച് മോഡൽ, റൂം ഫോർ റിവർ എന്താണ് എന്ന് 6 വർഷത്തിന് ശേഷം ഇപ്പോഴെങ്കിലും ഒന്ന് വിശദീകരിക്കാമോ? അല്ലെങ്കിൽ എന്ത് നടപടിയാണ് എടുത്തതെന്നുള്ളതൊന്ന് വ്യക്തമാക്കാമോ എന്നാണ് കേരളത്തിലെ ജനങ്ങളോടൊപ്പം ജനങ്ങളിൽ ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. ഈ തരത്തിൽ ഒരു പ്രളയത്തെ കുറിച്ച് ഒട്ടനവധി പദ്ധതികൾ പ്രഖ്യാപിച്ച് നടക്കാതെ പോയിട്ടുണ്ട്. പക്ഷെ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, സർക്കാർ ഇനിയും ഇതിലൊരു ഉത്തരം വ്യക്തമായിട്ട് നൽകിയിട്ടില്ല. പദ്ധതിയെ കുറിച്ച് റൂം ഫോർ റിവർ നടപ്പിലാക്കുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളത് വിശദീകരിച്ചിട്ടില്ല.
അപ്പോൾ ഇനി ഇപ്പോൾ ഇതാ മഴ കനക്കുന്നു. ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ മീനച്ചിലാറിൽ നിന്ന് സാറിന്റെ ചുറ്റുമുള്ള റോഡുകളിലേക്ക് വെള്ളം കയറാൻ നിൽക്കുന്നു. കേരളത്തിൽ പലയിടങ്ങളിലെയും അവസ്ഥ അതാണ്. പലയിടത്തും വെള്ളം കയറിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ജനങ്ങളോട് എന്ത് മറുപടിയായിരിക്കും ഇവർ പറയാൻ പോകുന്നത്? ഇവിടെ വേറൊരു പദ്ധതിയെ കുറിച്ച് ഞാൻ പറയാം. ജനങ്ങളോടുള്ള മറുപടി അതും കൂടെ കേട്ടിട്ട് വേണമല്ലോ പറയാൻ. അതായത് റൂം ഫോർ റിവർ എന്ന് പറഞ്ഞാൽ മലയാളിക്ക് മനസ്സിലാകില്ലാത്ത ഒരു പദ്ധതി. നമാമി ഗംഗ എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. അതിന്റെ പൈസ മുഴുവൻ കേരളം മേടിച്ചെടുത്തു. അതായത് നമ്മുടെ നദികൾ, തോടുകളും കുളങ്ങളും ആറുകളും ശുചീകരിക്കുക, അതിൽ മണ്ണ് വാരി മണ്ണ് നീക്കം ചെയ്യുക, തടസ്സങ്ങൾ, നദീതീരത്തെ തടസ്സങ്ങൾ ഒഴിവാക്കുക, ഡ്രെയിനേജുകളൊക്കെ ക്ലിയർ ആക്കുക, അങ്ങനെ വെള്ളപ്പൊക്ക സാധ്യത ഒഴിവാക്കാനുള്ള പ്രായോഗിക പദ്ധതിയാണ് ഈ നമാമി ഗംഗ എന്ന് പറയുന്ന പദ്ധതി. അതിന് വലിയ വൻതോതിലുള്ള അലോട്ട്മെന്റ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിൽ തന്നതാണ്. ഇതിന്റെയൊക്കെ ഫ്ലെക്സ് ബോർഡ് വെച്ചു എന്നുള്ളതല്ലാതെ കേരളത്തിൽ എന്ത് നടത്തി? ഇതിന്റെ ഒരു സോഷ്യൽ ഓഡിറ്റിങ് ഇപ്പോൾ നടക്കേണ്ടതാണ്. അതായത് വെള്ളക്കെട്ടുണ്ടാകുന്നത് ഇപ്പൊ തിരുവനന്തപുരം നഗരത്തിലാണെങ്കിൽ മഴ പെയ്ത ഉടനെ വെള്ളക്കെട്ടാണ്. കാരണം എന്താണ്? കടലിൽ നിന്ന് വെള്ളം കയറുന്നതൊന്നുമല്ല, കായലിൽ നിന്ന് വെള്ളം കയറുന്നതും അല്ല. പിന്നെ അവിടുത്തെ പ്രധാന പ്രശ്നം, തിരുവനന്തപുരത്തെ പ്രധാന പ്രശ്നം എന്താണ്? അവിടെ ഓടകൾ, ഡ്രെയിനേജ് ശാസ്ത്രീയമല്ല. മഹാരാജാവിന്റെ കാലത്ത് ശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കിയ ഡ്രെയിനേജ് മുഴുവൻ പൊളിച്ച് അവിടെയെല്ലാം സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് സ്ഥലം അനുവദിച്ചു കൊടുത്ത് അവരെല്ലാം വലിയ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കി വെള്ളം ഒഴുകാനുള്ള സ്ഥലമില്ല. തിരുവനന്തപുരത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. ആ ഒരു വിഷയം പരിഹരിക്കാൻ ഡച്ച് മാതൃകയോ നമാമി ഗംഗയോ ഉപയോഗിച്ചിട്ടുണ്ടോ? എറണാകുളത്തെ പ്രശ്നം എന്താണ്? എറണാകുളത്തും ഇത് തന്നെയാണ് പ്രശ്നം. എറണാകുളത്ത് കായലിൽ നിന്ന് വെള്ളം കയറിയിട്ട് അല്ലല്ലോ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. കരയിൽ നിന്ന് വരുന്ന വെള്ളം കായലിലേക്ക് വിടാനുള്ള സംവിധാനങ്ങളില്ല. ഇതൊക്കെ വളരെ നിസ്സാരം. ഇതൊന്നും പഠിക്കാൻ ഡച്ച് വരെ പോകണ്ട, നെതർലാൻഡ് വരെ പോകേണ്ട കാര്യമില്ല. ഇത് പഠിക്കാൻ ഡൽഹിക്കും പോകേണ്ട കാര്യമില്ല. അപ്പൊ ഡൽഹിയിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് ഓടകളും കനാലുകളും വൃത്തിയാക്കി വെള്ളപ്പൊക്കം വരുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള മുൻകരുതൽ നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ പ്രാഥമികമായ കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി കേന്ദ്രം നമാമി ഗംഗയിൽ പണം അനുവദിച്ചിട്ടുണ്ട്. ഇതൊന്നും ഉപയോഗിക്കാതെ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ആൻസർ ആണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഇവിടുത്തെ ഗവൺമെന്റ് കൊടുക്കേണ്ട മറുപടി. തീർച്ചയായും. നെതർലാൻഡിൽ ചെന്ന് പ്രളയത്തെക്കുറിച്ചുള്ള എന്ത് പഠിച്ചു, അല്ലെങ്കിൽ ആ പദ്ധതി ഏത് വിധത്തിൽ കേരളത്തിൽ നടപ്പിലാക്കും എന്നതിനെ കുറിച്ച് ഒരു വിശദീകരണം നൽകിയിട്ടില്ല. അത് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല. ഒപ്പം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പദ്ധതിയിന്മേലുള്ള ഒരു അലംഭാവവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ ഇത്തരം പ്രവൃത്തികളെല്ലാം പ്രതികൂലമായി ബാധിക്കുന്നത് മഴക്കാലത്ത് വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരെയാണ്. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.